മോട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഇവിടുത്തെ റഗൻസ്ബർഗിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു. കഴിഞ്ഞാലേ അപ്പൊ മുറിക്കുന്നില്ല. നമുക്ക് എല്ലാവരും കൂടി മുറിച്ച് ഓക്കെ. ഷേറിനെ പിടിക്കടാ, ഷാബി പിടിക്കടാ. നമുക്ക് സ്ഥലം മാറ്റിയല്ലോ. ജസ്റ്റ് ഒന്ന് സ്ഥലം നല്ല പ്ലേസ് കത്തി വെച്ച്. ഇത് ഊട്ടിയുടെ റൂമാട്ടോ. ഭയങ്കര വൃത്തിയുണ്ട്. റോട്ടി വേണമായിരുന്നു. അപ്പൊ ഓക്കെ, ഷാരിനെ പിടിക്കടാ. ഷാബി പിടിക്കണം. നീ എന്താടാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇപ്പൊ 2 കൊല്ലം ആനിവേഴ്സറി ആണ്. ഇനി അപ്പൊ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ അല്ലേ എത്തുകയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം കൂടി ഉണ്ട് അതില്. എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട്? നമ്മുടെ സ്ഥിരം കേക്ക് അല്ലേ? സൂപ്പർ 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 കേക്ക്. സുജിക്കുട്ടനും സിയാദെന്ന് പറഞ്ഞാൽ സിയാദിന് മുഫീനേക്കാളും ഇഷ്ടം സുജിക്കുട്ടനെയാണ്. ഓട്ടിനെയാണ് ഫസ്റ്റ് ഓട്ടി, പിന്നെ സുജി. ഇതിനൊക്കെ അണ്ടർഗ്രൗണ്ട് കളി ഷാബി. ഷാബിന് ലാസ്റ്റ്, ശത്രുക്കളിൽ ഒന്നാമൻ. എനിക്കറിയത്തില്ല വെറുതെ ആൾക്കാരതൊന്നും പറഞ്ഞുണ്ടാക്കുന്നുണ്ടോ? എനിക്കിപ്പോ വേണം കേട്ടോ. നാളെ കഴിക്കാം. എനിക്ക് വേണം. സിയാദിക്കയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു കേക്ക് കഴിച്ചില്ലെങ്കിൽ സുജിക്കുട്ടൻ മുറിക്കട്ടെ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എന്താ ഞാൻ സിയാദും കൂടി ഇത് കഴിക്കാം. സിയാദിന് മാത്രമല്ല സിയാദെ ഏത് ഇത് മതിയെന്നോ? ഇത് ഞാൻ നീ കൂടി കഴിച്ചാൽ പോയത്. എത്ര എനിക്ക് വേണ്ട. എനിക്ക് ഇത് ചെറിയൊരു പീസ് കഴിക്കും. ഇതിനും ചെറുത്. അല്ല ഞാൻ എനിക്ക് ചെറിയ ആനിവേഴ്സറി ആയിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാ, കല്യാണം കഴിഞ്ഞുള്ള ജീവിതമാണോ കല്യാണത്തിന് മുമ്പുള്ള ജീവിതമാണോ നല്ലത്? രണ്ടും അടിപൊളിയാണ്. കല്യാണം കഴിഞ്ഞാൽ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവും. റെസ്പോൺസിബിൾ ആകുമ്പോ ഫണ്ണി മൊമെന്റ്സ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? അത് ചെറിയ നഷ്ടപ്പെടലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് വേറൊരു ലൈഫ്, ഇത് വേറൊരു ലൈഫ്. ഏതാണ് കുറച്ചും കൂടി നല്ലത്? ബെറ്റർ ഇപ്പോൾ ഉള്ളതിന് ഇപ്പൊ ഉള്ളതാണ്. കാരണം എനിക്ക് അത്രയും നല്ലൊരു വൈഫിനെ കിട്ടി. ഓർമ്മിക്കാൻ പറ്റും. ഈ മുതലിന് എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇതിന് സെക്കൻഡ് അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടം പക്ഷെ ഊട്ടിനല്ലേ? ഊട്ടിയിലേക്കാണ് ഇഷ്ടം. സൈഡ് രണ്ടും ആ മുഖം നോക്കിട്ട് നോക്കടാ. കേക്ക് ചെയ്യാനൊക്കെ ഇപ്പൊ പറയാടാ. നിന്നെ എല്ലാം മുഫീനൊക്കെ മോശമുള്ള വണ്ടി. അങ്ങനെയാണ് കാര്യങ്ങള്. മുഫി എന്റെ അടുത്ത് പറയുന്നത് ഓട്ടി എന്റെ 2ാം ഭാര്യ എന്നാണ്. 2ാം ഭാര്യല്ലേ? 1ാം ഭാര്യ പറഞ്ഞത് കറക്റ്റായിട്ട്. 1ാം ഭാര്യ അവിടെ അപ്പൊ 2ാം ഭാര്യ ഓട്ടിനെ കാണാൻ 2ാം ഭാര്യ വൈകിപ്പോയി. പക്ഷെ ഓട്ടിക്കാന്ന് ഇഷ്ടം കേട്ടോ. ജെന്റിൽമാനാ. സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഒരാളില്ലാത്തപ്പോ ഈ കേക്കേ ഇത്ര വേണേ കഴിക്കാട്ടോ നമുക്ക്. ഇത് മൊത്തം ഓട്ടിക്ക് വേണ്ട. ഇതെങ്ങനെ കൊടുക്കുക? നല്ല ബ്ലഡ് വേണം. അപ്പൊ ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചില്ല. സമയം ഒരുപാടായില്ലേ? ഇപ്പൊ 12 ആയില്ല. 12 12 5 മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് അടിക്കണം. ബൈ ബൈ. നാളെ വർക്കുണ്ടോ? അടുത്ത പോവാം.
നമുക്കൊന്ന് നേരത്തെ പോണം. പോണം. നീക്കാണോ വർക്കണ്ട? ഇല്ല. ഇല്ല, വൈകിട്ടാണ് എനിക്ക് അവർക്ക്. വൈകിട്ട്. ഉണ്ടോ? വൈകിട്ടുണ്ടോ? നാളെ നാളെ ലീവാണ്. നാളെ പബ്ലിക് ഹോളിഡേ. ഉടായിപ്പുണ്ട് കേട്ടോ അവൻ. ചെറിയൊരു ഉടായിപ്പുണ്ട് കേട്ടോ അവൻ. നാളെ ജർമ്മൻ യൂണിറ്റി. നാളെ സുജി ഫുൾ ടൈം സോളായി. നാളെ സൊള്ളാണെങ്കിൽ നമുക്ക് റൂം കാണാൻ ഫ്രാങ്ക്ഫൂട്ട് പോകണം നാളെ. ആരുണ്ടാക്കി ഗൈസ്, വേറൊരു സന്തോഷ വാർത്തയായിട്ട് വൈകാതെ വരുന്നത്. ബൈ ബൈ. അന്ന് ഇവന്റെ